പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് 9ാം ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പാഠഭാഗത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് കടക്കാം. ഈ പാഠഭാഗത്ത് ആദ്യമായി നമ്മൾ വിശദമായി പഠിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. മൂലധന ഘടന. Capital structure implies the makeup or composition of long-term sources of funds in the total capitalization. It relates to the proportion of different sources of long-term funds. ഒരു കമ്പനി ദീർഘകാലത്തേക്ക് സ്വരൂപിക്കുന്ന ധനത്തിൻ്റെ വിവിധ ഉറവിടങ്ങളും അവയുടെ അനുപാതവുമാണ് മൂലധന ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Capital structure refers to the mix between owners' funds and borrowed funds. സാധാരണയായി ഉടമസ്ഥതാ മൂലധനവും വായ്പാ മൂലധനവും കൂടിച്ചേരുന്നതാണ് ഒരു സ്ഥാപനത്തിൻ്റെ മൂലധന ഘടന. On the basis of ownership, the sources of funds can be broadly classified into two categories: owners' funds and borrowed funds. Owners' funds consist of equity share capital, preference share capital, and reserves and surplus or retained earnings. Borrowed funds can be in the form of loans, debentures, public deposits, etc. ദീർഘകാല മൂലധന ഉറവിടങ്ങളെ പൊതുവിൽ രണ്ടായി തിരിക്കാം: ഉടമസ്ഥതാ മൂലധനവും വായ്പാ മൂലധനവും. ഉടമസ്ഥതാ മൂലധനത്തിൽ സാധാരണ ഓഹരികൾ, മുൻഗണനാ ഓഹരികൾ, ലാഭ മുതൽ മുടക്ക്, കരുതൽ ശേഖരം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. എന്നാൽ വായ്പാ മൂലധനത്തിൽ കടപ്പത്രങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ, പൊതുജനങ്ങളിൽ നിന്നുള്ള നിക്ഷേപം എന്നിവ ഉൾപ്പെടുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട്സ് ആൻഡ് ദ ബോറോഡ് ഫണ്ട്സ്. മൂലധന ഘടന എന്ന് പറയുന്നത് ഉടമസ്ഥ മൂലധനവും വായ്പാ മൂലധനവും എങ്ങനെ മിശ്രണം ചെയ്താണ് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. The capital structure of a company consists of any of the following forms: equity shares only, equity shares and preference shares, equity shares and debentures, equity shares, preference shares and debentures, equity, preference, debentures and long-term loans. ഇങ്ങനെ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാവുന്നതാണ്. അടുത്തായി ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് കാണാം. The proportion of debt in the overall capital is called financial leverage. It refers to the use of debt capital to magnify the earning per share available to equity shareholders. ഒരു കമ്പനിയുടെ ആകെയുള്ള മൂലധനത്തിൽ വായ്പാ മൂലധനത്തിൻ്റെ അനുപാതത്തിനാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അനുകൂല സാഹചര്യങ്ങളിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഒരു ഓഹരിക്ക് ലഭിക്കുന്ന ലാഭം അഥവാ ഏണിംഗ് പെർ ഷെയർ EPS വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഫിനാൻഷ്യൽ ലിവറേജ് രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ആദ്യമായി ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. വായ്പാ മൂലധനത്തെ ഉടമസ്ഥതാ മൂലധനം കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അഥവാ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. അതായത് വായ്പാ മൂലധനത്തെ ഉടമസ്ഥതാ മൂലധനവും വായ്പാ മൂലധനത്തോടും ചേർന്നുള്ള തുക കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടും ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്താവുന്നതാണ്. ദ ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ത്രൂ EBIT EPS, earning before interest and tax, and earning per share analysis. ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ ബിസിനസിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നു എന്നുള്ളത് EBITയും EPSും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അഥവാ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇൻ ദ ഫേവറബിൾ സിറ്റുവേഷൻസ് ദ ഫിനാൻഷ്യൽ ലിവറേജ് വിൽ മാഗ്നിഫൈ ദ EPS ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ അനുകൂല സാഹചര്യങ്ങളിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഒരു ഓഹരിക്ക് ലഭിക്കുന്ന ലാഭം അഥവാ ഏണിംഗ് പെർ ഷെയർ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. The impact of financial leverage can be explained with the help of an example. ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് EPSനെ വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം.
A company considers three alternative financing plans to raise funds of rupees 30 lakhs as detailed below. Total funds used 30 lakhs, interest rate 10% per annum, tax rate 30%, EBIT, earnings before interest and tax 4 lakhs, and the three situations are given. In the first case, there is no debt, and in the second case, there is a debt of 10 lakhs, and the third situation, there is a debt of 20 lakhs. ആകെയുള്ള 30 lakhs ക്യാപിറ്റലിൽ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഡെപ്റ്റ് ഇല്ല, മുഴുവനും ഇക്വിറ്റിയിലൂടെ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കേസിൽ 10 lakhs ഡെപ്റ്റ് യൂസ് ചെയ്തപ്പോൾ തേർഡ് കേസിൽ 20 lakhs ഡെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ സിറ്റുവേഷനിലുള്ള EPS നിർണ്ണയിച്ചുകൊണ്ട് നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ EPS എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് വിശദീകരിക്കാൻ കഴിയും. ഈ മൂന്ന് സിറ്റുവേഷനിലും EBIT EPS അനാലിസിസ് നടത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യമായി EBIT എടുത്തിരിക്കുന്നു. 30 lakh ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 4 lakh ആണ് റിട്ടേൺ ലഭിക്കുന്നത്. അപ്പോൾ മൂന്ന് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ EBIT സെയിം ആണ് 4 lakh. അതിൽ നിന്ന് ആദ്യം ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് കേസിൽ ഡെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് നില്ലാണ്. സെക്കൻഡ് കേസിൽ അവിടെ 10 lakh ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു. അതിൻ്റെ 10% ആയിട്ടുള്ള 1 lakh ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് ആകുന്നു. സെക്കൻഡ് കേസിൽ 20 lakhsൻ്റെ 10% 2 lakh അവിടെ ഇൻട്രസ്റ്റ് കോസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പുള്ള ലാഭമെന്ന് പറയുന്നത്, അതായത് EBT, ഏർണിങ്സ് ബിഫോർ ടാക്സ്, ഫസ്റ്റ് കേസിൽ 4 lakh ആണ്, സെക്കൻഡ് കേസിൽ അത് 3 lakh ആണ്, തേർഡ് കേസിൽ 2 lakh ആണ്. അതായത് EBITയിൽ നിന്നും ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതാണ് ബിഫോർ ടാക്സ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്നും ടാക്സ് കുറയ്ക്കുന്നു. ടാക്സ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ 30% എന്ന് തന്നിരിക്കുന്നു. ഏർണിങ്സിൻ്റെ 30%, അതായത് ഫസ്റ്റ് കേസിൽ 4 lakhൻ്റെ 30% ആയിട്ടുള്ള 1,20,000 ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. സെക്കൻഡ് സിറ്റുവേഷനിലാണെങ്കിൽ അത് 90,000 ആയിട്ട് കുറയുന്നു. കാരണം ബിഫോർ ടാക്സ് ഏർണിങ്സ് എന്ന് പറയുന്നത് 3 lakh ആണ്. 3 lakhൻ്റെ 30% 90,000 മാത്രമേ ടാക്സ് അടച്ചാൽ മതി. തേർഡ് കേസിൽ അത് 60,000 ആയിട്ട് കുറയുന്നു. കാരണം 2 lakhൻ്റെ 30% മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. അങ്ങനെ ടാക്സ് അടച്ചതിന് ശേഷമുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റുവേഷനിൽ അത് 2,80,000 ആണ്, സെക്കൻഡ് സിറ്റുവേഷൻ 2,10,000 ആണ്, തേർഡ് സിറ്റുവേഷനിൽ 1,40,000 ആണ്. ഓരോ കേസിലുമുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണമെന്ന് പറയുന്നത് 100 രൂപ ആണ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ 30,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും, സെക്കൻഡ് കേസിൽ 20,000ഉം തേർഡ് കേസിൽ 10,000ഉമാണ്. ദെൻ EPS കണ്ടുപിടിക്കുന്നത്, ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് കേസിൽ 2,80,000നെ 30,000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.3 ആണ് കിട്ടുക. അതായത് 9 രൂപ 30 പൈസയാണ് അവിടെ EPS എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ 2,10,000നെ 20,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 ആണ്, അതായത് 10 രൂപ 50 പൈസയാണ് EPS ആയിട്ട് ലഭിക്കുന്നത്. തേർഡ് സിറ്റുവേഷനിൽ അത് ₹14 ആണ്, 14 രൂപയായിട്ട് വർദ്ധിക്കുന്നു. This is a situation of favorable financial leverage. In such cases, companies often employ more of cheaper debt to enhance the EPS. Such practice is called trading on equity. ഇത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ അനുകൂല ഫലമാണ് കാണിക്കുന്നത്. ഇവിടെ 10% പലിശയ്ക്ക് ലഭിക്കുന്ന വായ്പ മൂലധനത്തിലൂടെ 13.33% ലാഭം ഉണ്ടാക്കുന്നുണ്ട്. തുടർന്ന് ലഭിക്കുന്ന നികുതി ഇളവും മൊത്തം ഓഹരികളുടെ എണ്ണക്കുറവും EPS വർദ്ധിപ്പിക്കാൻ കാരണമായി. ഈ സിറ്റുവേഷനിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻഡക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂലധനത്തിൽ വായ്പാ മൂലധനം ഉൾപ്പെടുത്തുന്നത് EPS വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ അനുകൂലമായിട്ടുള്ള
സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ഫിനാൻഷ്യൽ ലിവറേജ് അനുകൂലമാകണമെന്നില്ല. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ പ്രതികൂല അവസ്ഥയെ നമുക്ക് ചർച്ച ചെയ്യാം. Financial leverage has also negative impact. Assume that the company is earning a profit before interest and tax of rupees 2 lakhs. കഴിഞ്ഞ എക്സാമ്പിളിൽ 4 lakh നമ്മൾ EBIT അസ്യൂം ചെയ്തു. എന്നാൽ EBIT 2 lakh ആയിട്ട് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻഡക്റ്റ് ചെയ്യുന്നത് EPSനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇവിടെ EBIT 3 സിറ്റുവേഷൻ 2 lakh വെച്ചാണ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആദ്യം മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഇല്ല. സെക്കൻഡ് സിറ്റുവേഷനിൽ 1 lakh ഇൻട്രസ്റ്റ് അവിടെ പേ ചെയ്യണം, 10 lakhൻ്റെ 10%. തേർഡ് സിറ്റുവേഷനിൽ 20 lakhൻ്റെ 10% ആയിട്ടുള്ള 2 lakh ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പോൾ ടാക്സിന് മുമ്പുള്ള ഏണിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റുവേഷൻ 2 lakhും സെക്കൻഡ് സിറ്റുവേഷനിൽ 1 lakhുമാണ്. എന്നാൽ തേർഡ് സിറ്റുവേഷനിൽ 0 ആണത്. ഇനി ടാക്സ് അടയ്ക്കുന്നത് 30%. ഫസ്റ്റ് സിറ്റുവേഷനിൽ 2 lakhൻ്റെ 30% ടാക്സ് അടയ്ക്കണം, 60,000. സെക്കൻഡ് കേസിൽ അത് 30,000 ആണ്, 1 lakhൻ്റെ 30%. തേർഡ് സിറ്റുവേഷനിൽ ഏണിങ്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും തന്നെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റുവേഷൻ 1,40,000 ആണ്, സെക്കൻഡ് സിറ്റുവേഷനിൽ അത് 70,000 ആണ്, തേർഡ് സിറ്റുവേഷനിൽ നില്ലാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഫസ്റ്റ് കേസിൽ 30,000, സെക്കൻഡ് കേസിൽ 20,000, തേർഡ് കേസിൽ 10,000 ആണ്. ഓരോ സിറ്റുവേഷനിലും EPS കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ അത് 4.7 ആണ്, 4 രൂപ 70 പൈസയാണ്. സെക്കൻഡ് സിറ്റുവേഷനിൽ അത് 3 രൂപ 50 പൈസയാകുമ്പോൾ തേർഡ് സിറ്റുവേഷനിൽ അത് 0 ആണ്. ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. ഹിയർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഈസ് നോട്ട് അഡ്വൈസബിൾ. ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ പ്രതികൂല ഫലമാണ് കാണിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഉപയോഗം EPS കുറയ്ക്കുന്നതിനാണ് കാരണമായിട്ടുള്ളത്. ഇവിടെ കമ്പനിയുടെ ലാഭനിരക്ക് 6.67% മാത്രമാണ്. എന്നാൽ വായ്പാ മൂലധന പലിശ ചെലവ് 10%. അതുകൊണ്ട് അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമേ വായ്പാ മൂലധനത്തിൻ്റെ ഉപയോഗത്തിലൂടെ EPS വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. Next about the various factors affecting the choice of capital structure. മൂലധന ഘടനയെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോ എബിലിറ്റി ഫോർ സർവീസിങ് ദ ഡെപ്റ്റ്. പണാഗമന സ്ഥിതിയാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ചർച്ച ചെയ്യുന്നത്. സർവീസിങ് ഡെപ്റ്റ് മീൻസ് പേയിങ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോൺസ് as and when it is due for payment. If a debt is to be included in the capital structure, the company should estimate the future cash flow to ensure the coverage. വായ്പാ മൂലധന ഉറവിടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് മുൻപായി ബിസിനസ്സിന് യഥാസമയത്ത് പലിശ ചെലവുകൾ കൊടുക്കുവാനുള്ള പണം ലഭ്യമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. മുതലും പലിശയും കൃത്യമായി കൊടുത്തു വീട്ടുവാൻ കഴിയുമെങ്കിൽ മാത്രമേ വായ്പാ മൂലധനത്തിൻ്റെ മേന്മകൾ പ്രയോജനപ്പെടുത്താൻ പാടുള്ളൂ. സെക്കൻഡ് പോയിന്റ് അഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അഥവാ പലിശ അടങ്കൽ അനുപാതം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ടൈംസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് കവേഴ്സ് ദ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എന്നുള്ളത്. Higher the ratio means lower the risk for the company to pay off interest in time. ഒരു ബിസിനസ്സിൻ്റെ വായ്പാ മൂലധനത്തിൻ്റെ പലിശ ബാധ്യതയുടെ എത്ര മടങ്ങാണ് കമ്പനി ലാഭം ഉണ്ടാക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് പലിശ അടങ്കൽ അനുപാതം. ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഈ അനുപാതം കുറഞ്ഞു നിന്നാൽ വായ്പാ മൂലധനം ഉപയോഗിക്കുന്നതിനുള്ള നഷ്ടസാധ്യത കുറവാണെന്ന് അനുമാനിക്കാം. മൂന്നാമതായി ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകം. കടബാധ്യത അടങ്കൽ അനുപാതം. The cash profit generated from the operations must be enough to service
the debts and preference share capital. ഈ അനുപാതം പലിശ അടങ്കൽ അനുപാതത്തിൻ്റെ പരിമിതികളെ മറികടക്കുന്നതാണ്. ഇവിടെ പണപരമല്ലാത്ത ചെലവുകൾ, അതായത് തേയ്മാനം പോലെയുള്ള ചെലവുകൾ കുറയ്ക്കുന്നതിന് മുമ്പുള്ള ലാഭം ആകെ മൂലധന ചെലവുകളുടെ എത്ര മടങ്ങാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഉയർന്ന നിരക്കിലുള്ള കടബാധ്യത അടങ്കൽ അനുപാതം വായ്പാ മൂലധനത്തിൻ്റെ ഉപയോഗത്തെ അനുകൂലിക്കുന്ന ഒന്നാണ്. The fourth point is return on investment. മൂലധന ഘടനയെ ബാധിക്കുന്ന നാലാമത്തെ ഘടകമാണ് നിക്ഷേപത്തിൽ നിന്നുള്ള ഫലം അഥവാ ROI. ROI is higher than rate of interest for debt. Borrowed fund can be increased in capital structure. Otherwise, increase in equity portion is കമ്പനിയുടെ ലാഭക്ഷമതയുടെ സൂചകമാണ് നിക്ഷേപത്തിൽ നിന്നുള്ള ഫലം അഥവാ ROI. കമ്പനിയുടെ ആകെ മൂലധന നിക്ഷേപത്തെ ശരാശരി വാർഷിക ലാഭവുമായി താരതമ്യം ചെയ്താണ് ഈ അനുപാതം നിർണ്ണയിക്കുന്നത്. ഒരു ബിസിനസിൻ്റെ ROI വായ്പാ മൂലധനത്തിൻ്റെ പലിശ നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ ലിവറേജ് അനുകൂലമായിരിക്കുകയുള്ളൂ. അഞ്ചാമത്തെ ഘടകം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. മൂലധന ഘടനയെ സ്വാധീനിക്കുന്ന അഞ്ചാമത്തെ ഘടകമാണ് വായ്പാ മൂലധനത്തിൻ്റെ ചെലവ്. If a firm is able to borrow at a lower rate, it may prefer more debt than equity in capital structure. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ മൂലധനം കമ്പനിക്ക് സ്വരൂപിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് നല്ലത്. ആറാമതായി ടാക്സ് റേറ്റ്, നികുതി നിരക്ക്. ഇൻകം ടാക്സ് ലയബിലിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ എംപ്ലോയിങ് ബോറോഡ് ഫണ്ട്സ് in capital structure as the interest on debt is a deductible expense. നികുതി നിരക്ക് കൂടുന്തോറും വായ്പാ മൂലധനത്തിൻ്റെ പലിശ അടവിലൂടെ സ്ഥാപനത്തിന് നേട്ടമുണ്ടാകുന്നു. വായ്പാ മൂലധനത്തിൻ്റെ പലിശ നികുതി കിഴിവിന് പരിഗണിക്കുന്ന ഒരു ചെലവാണ്. അതിനാൽ ആദായ നികുതി അടയ്ക്കുന്ന തുകയിൽ ഇത് കുറവുണ്ടാക്കുന്നു. ഏഴാമതായി കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അവകാശ മൂലധനത്തിന് ചെലവ് അഥവാ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. When a company increases debt in their capital structure, the financial risk faced by the equity shareholders may increase. Consequently, the desired rate of return may increase so that the company cannot use ഡെപ്റ്റ് ബിയോണ്ട് എ പോയിന്റ്. വായ്പാ മൂലധനം കൂടുന്തോറും സാധാരണ ഓഹരി ഉടമകളുടെ ധനകാര്യ നഷ്ടസാധ്യത കൂടുന്നു. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ യഥാർത്ഥ ഉടമകളെന്ന നിലയിൽ അവർ കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെടുന്നു. ഈ കാരണത്താലാണ് കമ്പനികൾക്ക് ഒരു പരിധിയിലധികം വായ്പാ മൂലധനം ഉപയോഗിക്കാൻ കഴിയാത്തത്. എട്ടാമതായി ഫ്ലോട്ടേഷൻ കോസ്റ്റാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം, അതായത് പ്രാരംഭ ചെലവുകൾ. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഫ്ലോട്ടിംഗ് ഓർ ഇഷ്യൂവിംഗ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ബ്രോക്കറേജ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര. ഇറ്റ് ഈസ് ജനറലി ലെസ് ഇൻ കേസ് ഓഫ് ഡെപ്റ്റ്സ്. പൊതുജനങ്ങൾക്ക് ഓഹരികളും കടപ്പത്രങ്ങളും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പരസ്യത്തിൻ്റെ ചെലവുകൾ, ഇടനിലക്കാരുടെ കമ്മീഷൻ എന്നിവയെല്ലാം ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ഓഹരികൾ വിറ്റഴിക്കുന്നതിനാണ് താരതമ്യേന ഫ്ലോട്ടേഷൻ ചെലവുകൾ അധികമായിട്ടുള്ളത്. മൂലധന ഘടനയെ സ്വാധീനിക്കുന്ന ഒമ്പതാമത്തെ ഘടകമാണ് റിസ്ക് കൺസിഡറേഷൻ അഥവാ നഷ്ടസാധ്യതകൾ. എ ബിസിനസ് ഹാസ് ടു ടൈപ്സ് ഓഫ് റിസ്ക്. ദേ ആർ ഫിനാൻഷ്യൽ റിസ്ക്, ദറ്റ് ഈസ് ടു പേ ഇൻട്രസ്റ്റ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് എക്സെട്ര, ആൻഡ് ഓൾസോ ബിസിനസ് റിസ്ക്, ദറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് റിസ്ക്. ഇറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ ചൂസിംഗ് എ സ്യൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ. വായ്പാ മൂലധനത്തിൻ്റെ മുതലും പലിശയും തിരിച്ചടവ് നടത്താൻ കഴിയാതെ വരുന്നതാണ് ധനകാര്യ നഷ്ടസാധ്യത അഥവാ ഫിനാൻഷ്യൽ റിസ്ക്. ധനകാര്യ നഷ്ടസാധ്യത കൂടുന്നത് ബിസിനസ്സിൽ വായ്പാ മൂലധനം വീണ്ടും ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥിര പ്രവർത്തന ചെലവുകൾ നിർവഹിക്കാൻ കഴിയാത്തത് മൂലമുണ്ടാകുന്ന നഷ്ടസാധ്യതയാണ് ബിസിനസ് നഷ്ടസാധ്യത അഥവാ ബിസിനസ് റിസ്ക്. ശമ്പളം, വാടക തുടങ്ങിയ പ്രവർത്തന ചെലവുകൾ ഉയരുമ്പോൾ
ബിസിനസ്സിന് നഷ്ടസാധ്യത കൂടുന്നു. ബിസിനസ് നഷ്ടസാധ്യതയും കുറഞ്ഞാൽ മാത്രമേ വായ്പാ മൂലധനം കൂടുതൽ സമാഹരിക്കാൻ പാടുള്ളൂ. 10ാമതായി ഫ്ലെക്സിബിലിറ്റി, അയവുള്ള ഘടന. The capital structure should be capable of being adjusted according to the needs of changing conditions. To maintain flexibility, the company should maintain more borrowed to take care of unforeseen circumstances. മൂലധന ഘടന അയവുള്ളതാണെന്ന് പറയണമെങ്കിൽ ആവശ്യാനുസരണം മൂലധന ഉറവിടങ്ങളുടെ അളവ് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയണം. പരമാവധി വായ്പാ മൂലധനത്തിൻ്റെ ഉപയോഗം അധിക മൂലധനം സ്വരൂപിക്കുമ്പോൾ വീണ്ടും വായ്പാ മൂലധന ഉറവിടങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വായ്പാ മൂലധനത്തിൻ്റെ തോത് പരിമിതപ്പെടുത്തേണ്ടതാണ്. 11ാമതായി കൺട്രോൾ, നിയന്ത്രണ അധികാരം. If the control of the management is to be retained, debt financing is recommended for raising additional funds. വായ്പാ മൂലധനത്തിൻ്റെ ഉപയോഗം മാനേജ്മെൻറ്റിൻ്റെ നിലവിലുള്ള അധികാരത്തിൽ മാറ്റമുണ്ടാക്കുന്നില്ല. എന്നാൽ പുതുതായി ഇക്വിറ്റി ഓഹരികൾ വിറ്റഴിക്കുന്നത് അധികാരവും സ്വാധീനവും മാനേജ്മെൻറ്റ് നഷ്ടപ്പെടാൻ കാരണമാകുന്നു. മാനേജ്മെൻറ്റിൻ്റെ അധികാരത്തോടുള്ള താൽപ്പര്യം സാധാരണ ഓഹരികളിലൂടെയുള്ള മൂലധന സ്വരൂപണത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. 12ാമത്തെ പോയിൻ്റായിട്ട് ചർച്ച ചെയ്യുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്, നിയമപരമായ നിയന്ത്രണങ്ങൾ. Rules and regulations framed by SEBI, etc. must be considered while choosing a capital structure. കമ്പനികളുടെ മൂലധന ഘടന നിയമാനുസൃതം രൂപീകരിക്കേണ്ടത് കൂടിയാണ്. കമ്പനി നിയമത്തിലെ വ്യവസ്ഥകളും SEBI പോലെയുള്ള നിയന്ത്രണ ഏജൻസികളുടെ മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ മൂലധന ഘടന ചിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. 13ാമതായി സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്, ഓഹരി വിപണിയിലെ അവസ്ഥ. ഡ്യൂറിംഗ് ഡിപ്രഷൻ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് വിൽ പ്രിഫർ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ഫോർ സേഫ്റ്റി ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ഇഷ്യൂ ഷെയർസ് അറ്റ് ദാറ്റ് ടൈം. In a booming situation, issue shares will be more preferable. ബുള്ളിഷ് പ്രവണത ഇക്വിറ്റി ഓഹരികൾ വിറ്റഴിക്കുന്നതിനും ബെയറിഷ് പ്രവണത കടപ്പത്രങ്ങൾ വിറ്റഴിക്കുന്നതിനും ഏറെ അനുയോജ്യമാണ്. വിലക്കയറ്റത്തെയാണ് ഇവിടെ ബുള്ളിഷ് പ്രവണത എന്ന് പറയുന്നത്, എന്നാൽ വിലത്തകർച്ചയാണ് ബെയറിഷ് പ്രവണത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓഹരി വിപണിയിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാവണം മൂലധന സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അവസാനമായി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്, മറ്റ് കമ്പനികളുടെ മൂലധന ഘടന കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോളോഡ് ബൈ അതർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി മേ ബി അഡോപ്റ്റഡ് ബൈ കൺസിഡറിംഗ് വെദർ ദേ ആർ ഇൻ കൺഫേമിറ്റി വിത്ത് ദ ഇൻഡസ്ട്രി നോംസ് ഓർ നോട്ട്. ഒരു വ്യവസായ മേഖലയിലുള്ള കമ്പനികൾക്ക് പൊതുവായ വായ്പ ഉടമസ്ഥത മൂലധന അനുപാതം നിശ്ചയിക്കാറുണ്ട്. ഇത്തരം പൊതുവായ അനുപാതങ്ങളെ അടിസ്ഥാനമാക്കി മൂലധന ഘടന തീരുമാനിക്കാവുന്നതാണ്. എന്നാൽ ഈ പൊതു മാനദണ്ഡങ്ങൾക്കൊപ്പം സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ കൂടി മൂലധന ഘടന നിശ്ചയിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജർ പരിഗണിക്കേണ്ടതാണ്. ദീസ് ഓൾ ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു സ്ഥാപനത്തിൻ്റെ മൂലധന ഘടന നിശ്ചയിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജർ ഈ ഘടകങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് അബൌട്ട് ദ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. സ്ഥിര മൂലധനവും പ്രവർത്തന മൂലധനവും. ആദ്യമായി ഇതിൽ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റലിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ റെപ്രസെൻറ്റ്സ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് നീഡഡ് ടു അക്വയർ ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾസ് എക്സെട്ര. Benefits of which are expected to receive over a number of years in. എന്താണ് സ്ഥിര മൂലധനം? ബിസിനസ്സിൻ്റെ ദീർഘകാല ആസ്തികളായ ഭൂമി, കെട്ടിടങ്ങൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവ വാങ്ങുന്നതിന് ആവശ്യമായ തുകയാണ് സ്ഥിര മൂലധനം. സ്ഥിര മൂലധനം ബിസിനസ്സിൽ സ്ഥിരമായി മുതൽ മുടക്കിയിരിക്കുന്ന തുകയാണ്. സ്ഥിര മൂലധനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ ക്യാപിറ്റൽ ബജറ്റിംഗ് തീരുമാനങ്ങൾ എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. സ്ഥിര മൂലധനത്തിൻ്റെ മാനേജ്മെന്റ് എന്നാൽ എന്താണ്?
It refers to the allocation of firm's capital to different projects or assets which will have a long-term implications in the business. ബിസിനസ്സിൽ ഏറെക്കാലം സ്വാധീനം ചെലുത്തുന്ന ദീർഘകാല ആസ്തികളിൽ അഥവാ പദ്ധതികളിൽ മൂലധനം ഫലപ്രദമായി വിനിയോഗിക്കലാണ് സ്ഥിര മൂലധനത്തിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇത്തരത്തിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ലോങ് ടേം ഗ്രോത്ത്. Fixed capital is invested in fixed assets and long-term projects. Therefore, it will affect the future prospects of the business. സ്ഥിര മൂലധനം സ്ഥാപനത്തിന് ദീർഘകാല വളർച്ചയെ സ്വാധീനിക്കുന്ന ഒന്നാണ്. സ്ഥിര ആസ്തികളുള്ള നിക്ഷേപം ബിസിനസിന്റെ ഭാവി വളർച്ചയെയും വികസനത്തെയും നേരിട്ട് ബാധിക്കുന്നവയാണ്. ബിസിനസിന്റെ ഭാവി വളർച്ചയെ ബാധിക്കുന്നതിനാൽ ഏറെ ശ്രദ്ധയോട് വേണം ഇത്തരം നിക്ഷേപ തീരുമാനങ്ങൾ ഫിനാൻഷ്യൽ മാനേജർ കൈക്കൊള്ളാൻ. ഫിക്സഡ് ക്യാപിറ്റലിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ്ഡ് എന്നുള്ളതാണ്. വലിയ തുകയുടെ മുതൽ മുടക്കുണ്ട്. എ മേജർ പോർഷൻ ഓഫ് ക്യാപിറ്റൽ മേ ബി ബ്ലോക്ക്ഡ് അപ്പ് ഇൻ ദീസ് ഏരിയാസ്. ഹെൻസ് കെയർഫുൾ പ്ലാനിംഗ് ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ ദിസ് സെഗ്മെന്റ്. ഒരു സ്ഥാപനത്തിന്റെ മൂലധനത്തിന്റെ ഏറിയ പങ്കും സ്ഥിര ആസ്തികളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. വൻതുക മുതൽ മുടക്ക് നടത്തി ആരംഭിക്കുന്ന ഇത്തരം ദീർഘകാല പ്രോജക്റ്റുകൾ സമഗ്രമായ വിലയിരുത്തലിന് ശേഷമായിരിക്കണം തിരഞ്ഞെടുക്കുന്നത്. മൂന്നാമതായി ഹൈ റിസ്ക്, കൂടിയ നഷ്ടസാധ്യതയാണ്. ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെന്റ് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അത് കൂടുതൽ നഷ്ടസാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻവോൾവിംഗ് ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ ഇൻഫ്ലുവൻസ് the overall performance of the business. ദീർഘകാലം ബിസിനസിന്റെ ലാഭക്ഷമതയെ ബാധിക്കുന്ന ഒന്നായതിനാലാണ് ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ കൂടുതൽ നഷ്ടസാധ്യതയുള്ളതാണ്. ദീർഘകാല പദ്ധതികളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ബിസിനസിന്റെ മൊത്തത്തിലുള്ള തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഫിക്സഡ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റ് പ്രാധാന്യം വർദ്ധിക്കാനുള്ള കാരണം നാലാമതായി ഇറിവേഴ്സിബിൾ ഡിസിഷൻസ് ആണ്. തിരുത്താൻ കഴിയാത്ത തീരുമാനങ്ങൾ. വൺസ് ദ ഡിസിഷൻസ് ടു അക്യൂർ എ പെർമനന്റ് അസറ്റ് ഈസ് ടേക്കൺ, ഇറ്റ് ബിക്കം വെരി ഡിഫിക്കൽട്ട് ടു റിവേഴ്സ് ദാറ്റ് ഡിസിഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ബട്ട് വിത്ത് എ ഹ്യൂജ് ലോസ്. ക്യാപിറ്റൽ ബജറ്റിംഗ് തീരുമാനങ്ങൾ പിന്നീട് ഗുണകരമല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക അപ്രായോഗികമാണ്. നഷ്ടമുണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ ഭാവിയിൽ ഒഴിവാക്കുന്നത് വീണ്ടും കനത്ത നഷ്ടമുണ്ടാകാൻ ഇടയാക്കും. നെക്സ്റ്റ് അബൌട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിന്റെ ആവശ്യകതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്ഥിര മൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്രമാത്രം സ്ഥിര മൂലധനം വേണം എന്നത് വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത്. ഒന്നാമതായി നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിൻ്റെ സ്വഭാവം. ദ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ബിസിനസ് ഡിറ്റർമിൻസ് ഹൗ മച്ച് ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ ഫിക്സഡ് അസറ്റ്സ് റിക്വയർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ്. ആവശ്യമായ സ്ഥിര മൂലധനത്തിൻ്റെ തുക തീരുമാനിക്കുന്നതിൽ ബിസിനസിൻ്റെ സ്വഭാവം ഏറെ നിർണായകമാണ്. വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ സ്ഥിര മൂലധനം ആവശ്യമാണ്. മിഷനറി പോലുള്ള സ്ഥിര ആസ്തികൾ കൂടുതൽ ആവശ്യമുള്ളതിനാലാണിത്. എന്നാൽ കച്ചവട സ്ഥാപനങ്ങളിൽ സ്ഥിര മൂലധന നിക്ഷേപം കുറവ് മാത്രമേ ആവശ്യമുള്ളൂ. ദ സെക്കൻഡ് പോയിന്റ് ഈസ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. അതായത് ബിസിനസിന്റെ വലിപ്പമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാർജ് സ്കെയിൽ ബിസിനസ് ജനറലി റിക്വയർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ ദാൻ എ സ്മോൾ സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ. ചെറുകിട സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വൻകിട കമ്പനികൾക്ക് സ്ഥിര ആസ്തികളുടെ നിക്ഷേപം കൂടുതലായതിനാൽ സ്ഥിര മൂലധനം കൂടുതൽ ആവശ്യമാണ്. മൂന്നാമതായി ചോയ്സ് ഓഫ് ടെക്നിക്. തിരഞ്ഞെടുത്തിരിക്കുന്ന ഉൽപാദന രീതി ഏതാണ്? ഹൈലി മെക്കനൈസ്ഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രീസ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വ്യവസായങ്ങൾക്ക് കൂടുതൽ
സ്ഥിര മൂലധന നിക്ഷേപം ആവശ്യമാണ്. എന്നാൽ ലേബർ ഇൻറ്റൻസീവ് വ്യവസായങ്ങളിൽ സ്ഥിര മൂലധന മുടക്ക് കുറവ് മാത്രം മതി. നാലാമതായി ടെക്നോളജി അപ്ഗ്രേഡേഷൻ, സാങ്കേതികവിദ്യയുടെ ഉപയോഗം. Assets in certain industries become obsolete sooner. This requires replacement faster, which will demand more fixed capital. Example, computers, mobile phone manufacturing equipments, etc. സാങ്കേതികവിദ്യയിൽ ദ്രുതഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വ്യവസായങ്ങളിൽ പഴയ യന്ത്ര സംവിധാനങ്ങൾ മാറ്റി പുതിയ സാങ്കേതികവിദ്യയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടതായി വരുന്നു. പുതിയ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഉപഭോക്താക്കളപ്പെടുന്നതിന് അത് കാരണമായേക്കാം. അതിനാൽ ഇത്തരം വ്യവസായങ്ങളിൽ സ്ഥിര മൂലധന മുടക്ക് അധികമായിരിക്കും. അഞ്ചാമതായി ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, വളർച്ചാ തോത്. ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് നെസസറി ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് ഇൻ ദ വേ ഓഫ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. വളർച്ചയുടെ ഘട്ടത്തിലുള്ള കമ്പനിയിൽ ദീർഘകാല നിക്ഷേപങ്ങൾ കൂടുതലായി നടത്തേണ്ടതുണ്ട്. ഉൽപ്പന്ന വൈവിധ്യീകരണത്തിനും ഗവേഷണ ആവശ്യങ്ങൾക്കും പുതിയ ശാഖകൾ ആരംഭിക്കുന്നതിനുമെല്ലാം ആവശ്യമുള്ളത് ദീർഘകാല മൂലധനമാണ്. ആറാമതായി ഡൈവേഴ്സിഫിക്കേഷൻ, ബദൽ മാർഗങ്ങൾ. When a firm diverts its operations to new segments, higher fixed capital requirement arises. ബിസിനസ് വിപുലീകരണത്തിനായി ദീർഘകാല ആസ്തികളിൽ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഉദാഹരണമായി ITC കമ്പനി പുതിയ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന് അവർക്ക് കൂടുതൽ സ്ഥിര മൂലധന മുടക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. ഏഴാമതായി മെത്തേഡ് ഓഫ് അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്സ് അഥവാ ഫിനാൻസിംഗ് ഓൾട്ടർനേറ്റീവ്സ്, ബദൽ മാർഗങ്ങൾ. If it is on hire purchase or lease system, less amount of investment is required for cash purchases. സ്ഥിരം ആസ്തികൾ സ്വന്തമായി വാങ്ങാതെ പാട്ടത്തിനെടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ഥിര മൂലധന മുടക്ക് കുറയ്ക്കാൻ കഴിയും. കൂടുതൽ നഷ്ടസാധ്യതയുള്ള ബിസിനസ്സുകളിലാണ് ഈ രീതി കൂടുതൽ ഫലപ്രദം. അവസാനമായി കൊളാബറേഷൻ, കൂട്ടുസംരംഭങ്ങൾ. By collaborating with other firms, the requirement of fixed capital can be reduced. ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ പൊതു സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ഥിര മൂലധന മുടക്ക് കുറയ്ക്കാറുണ്ട്. ഉദാഹരണമായി ബാങ്കുകൾ ATM സൗകര്യങ്ങൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ മൊബൈൽ ടവറുകൾ പങ്കുവെക്കുന്നു. ഇത്തരം പൊതു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കമ്പനികളുടെ സ്ഥിര മൂലധന മുടക്ക് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അടുത്തായി വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് കാണാം. പ്രവർത്തന മൂലധനം. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? Working capital is that part of capital required for investing in short-term or current assets like inventory, that is raw materials, work in progress, and also finished goods, bills receivable, sundry debtors, cash required for the day-to-day affairs like salaries, wages, rent, etc. ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മൂലധനമാണ് പ്രവർത്തന മൂലധനം. ഇവ നടപ്പ് ആസ്തി അഥവാ താൽക്കാലിക ആസ്തി, അതായത് കറണ്ട് അസറ്റ്സിലുള്ള നിക്ഷേപമാണ്. കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുന്നവ കൈവശമുള്ള പണം, ബാങ്ക് ബാലൻസ്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, വിൽപ്പന സാധനങ്ങൾ, നിർമ്മാണത്തിലിരിക്കുന്ന സാധനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇത്തരമുള്ള കറണ്ട് അസറ്റ്സിലുള്ള നിക്ഷേപമാണ് പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കേണ്ട തുകയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. About the management of working capital. A business concern must neither have excessive nor inadequate working capital. Both the situations are dangerous. ആവശ്യമായ താൽക്കാലിക ആസ്തികളുടെ അഭാവം കൃത്യസമയത്ത് ബാധ്യതകൾ നിറവേറ്റുന്നതിന് തടസ്സമാകുന്നു. ഇത് കിഴിവുകൾ നഷ്ടപ്പെടുത്തുകയും ബിസിനസിന്റെ സൽപ്പേരിനെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ അമിതമായ താൽക്കാലിക ആസ്തികൾ അധിക വരുമാനം നൽകാത്തതുകൊണ്ട് ലാഭക്ഷമതയെ ദോഷകരമായിട്ട് ബാധിക്കും. അതിനാൽ പ്രവർത്തന മൂലധനത്തിലുള്ള നിക്ഷേപം കൃത്യമായി മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. There are two concepts
of working capital. One is gross working capital and the other one is net working capital. Gross working capital implies the total investment in current assets. But net working capital implies current assets minus current liabilities. പ്രവർത്തന മൂലധനം രണ്ട് അർത്ഥതലത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. മൊത്ത പ്രവർത്തന മൂലധനവും അറ്റ പ്രവർത്തന മൂലധനവും. ഒരു ബിസിനസിൻ്റെ താൽക്കാലിക ആസ്തികളിൽ അഥവാ കറണ്ട് അസറ്റ്സിൽ മുടക്കിയിരിക്കുന്ന ആകെ തുകയാണ് മൊത്ത പ്രവർത്തന മൂലധനം. എന്നാൽ താൽക്കാലിക ആസ്തികളിൽ നിന്നും ഹ്രസ്വകാല ബാധ്യതകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണ് അറ്റ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്? പ്രവർത്തന മൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ദ ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ സ്വഭാവം. Concerns which do not keep very high stock of finished goods and sells on cash basis can manage with less working capital. കച്ചവട സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്ക് പ്രവർത്തന മൂലധനം കുറച്ചു മതിയാകും. എന്നാൽ വ്യവസായ സ്ഥാപനങ്ങളിൽ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദനത്തിലൂടെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും തുടർന്ന് വിറ്റഴിച്ച് പണമാക്കുകയും ചെയ്യുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ്. അതിനാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ താൽക്കാലിക ആസ്തിയിലുള്ള നിക്ഷേപം കൂടുതലായിരിക്കും. രണ്ടാമതായി സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. സ്ഥാപനത്തിൻ്റെ വലിപ്പം. ജനറലി ബിഗ് എൻ്റർപ്രൈസസ് ഹാവ് ടു കീപ് ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ. വൻകിട സ്ഥാപനങ്ങൾ കൂടുതൽ അസംസ്കൃത വസ്തുക്കളോ ഉൽപ്പന്നങ്ങളോ സൂക്ഷിച്ചു വെക്കുന്നതിനാൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമാണ്. ചെറുകിട സ്ഥാപനങ്ങളിൽ ചെറിയ തോതിലുള്ള ഉൽപ്പാദന വിപണന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നടപ്പാസ്തികളിൽ കുറഞ്ഞ തുക മാത്രമേ മുതൽ മുടക്കേണ്ടി വരുന്നുള്ളൂ. മൂന്നാമതായി ബിസിനസ് സൈക്കിൾ, ബിസിനസ് ചക്രം. ഇൻ ബൂം പീരീഡ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ വിൽ ബി ലാർജർ ആൻഡ് ഹെൻസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡിപ്രഷൻ ഇറ്റ് വിൽ ബി ലെസ്. സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാലയളവിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ ഉച്ചസ്ഥായിയിലാകുന്നതിനാൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമാണ്. എന്നാൽ മാന്ദ്യ കാലഘട്ടത്തിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതിനാൽ പ്രവർത്തന മൂലധനം കുറഞ്ഞ തോതിൽ മതിയാകും. നാലാമതായി സീസണൽ ഫാക്ടേഴ്സ്, സീസണൽ ഘടകങ്ങൾ. ഇൻഡസ്ട്രീസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെൽ സീസണൽ ഗുഡ്സ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. തിരക്കുള്ള സീസണിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമാണ്. എന്നാൽ തിരക്കില്ലാത്ത സീസണിൽ വിൽപ്പന കുറവായതിനാൽ കുറഞ്ഞ പ്രവർത്തന മൂലധനം മാത്രമേ ആവശ്യമുള്ളൂ. അഞ്ചാമതായി പ്രൊഡക്ഷൻ സൈക്കിൾ, ഉൽപാദന ചക്രം. ലോങ്ങർ ദ പീരീഡ് ഓഫ് മാനുഫാക്ചർ ലാർജർ ഈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ഉൽപാദനത്തിനെടുക്കുന്ന സമയം ദീർഘമാണെങ്കിൽ പ്രവർത്തന മൂലധനത്തിൻ്റെ അളവ് കൂടുതൽ വേണം. ആറാമതായിട്ട് ക്രെഡിറ്റ് അലൗഡ്, കടമിടപാട് നയം എങ്ങനെയുള്ളതാണ്? എ ലിബറൽ ക്രെഡിറ്റ് പോളിസി റിസൾട്ട്സ് ഇൻ ഹയർ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ദെർബൈ മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി കടമായുള്ള വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നത് ഡെപ്റ്റേഴ്സിലുള്ള തുക വർദ്ധിപ്പിക്കുകയും പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏഴാമതായി ക്രെഡിറ്റ് അവൈൽഡ്, കടമായി വാങ്ങൽ. If a business gets credit facility from its suppliers for goods, lesser would be the working capital required. ഉൽപ്പാദകരിൽ നിന്നും മൊത്തക്കച്ചവടക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കടമായി വാങ്ങുന്നത് പ്രവർത്തന മൂലധനം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. എട്ടാമത്തെ പോയിന്റ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, പ്രവർത്തനത്തിലെ കാര്യശേഷി. ഇഫ് ക്യാഷ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ഇൻവെന്ററീസ് ആർ എഫിഷ്യൻ്റ്ലി മാനേജ്ഡ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. വിവിധ താൽക്കാലിക ആസ്തികൾ ശരിയായും ഫലപ്രദമായും ഉപയോഗിക്കുന്നതിലൂടെ അവയിലുള്ള അമിത നിക്ഷേപം ഒഴിവാക്കാനും പാഴ്ചെലവുകൾ കുറയ്ക്കാനും കഴിയുന്നു. ഒമ്പതാമത്തെ പോയിന്റ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ഇഫ് റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ റെഗുലർലി വിത്തൗട്ട് എനി ഷോർട്ടേജ്, ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ്. ചില വ്യവസായങ്ങളിൽ പ്രത്യേക സീസണുകളിൽ മാത്രമേ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുകയുള്ളൂ. ഇത്തരം വ്യവസായങ്ങൾ കൂടുതൽ തുക അസംസ്കൃത വസ്തുക്കളിൽ മുതൽ മുടക്കി അവ സംഭരിച്ചു വെക്കുന്നതിനാൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമാണ്. പത്താമതായി ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, വളർച്ചാ സാധ്യതകൾ.
If a firm is growing fast, it will require large amount of working capital to meet higher production and sales. ബിസിനസ് വിപുലീകരണവും വളർച്ചയും ലക്ഷ്യമാക്കിയുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ പ്രവർത്തന മൂലധനം കരുതി വെക്കേണ്ടതുണ്ട്. 11ാമതായിട്ട് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, മത്സര പ്രവണതകൾ. ഇൻ കേസ് ദ കോമ്പറ്റീഷൻ ഈസ് ഹൈ, മോർ ഷാൽ ബി ദ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ദിസ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. കടുത്ത മത്സര പ്രവണതകൾ ബിസിനസിന്റെ പ്രവർത്തന മൂലധനത്തിന്റെ വർധനവിന് കാരണമാകുന്നു. കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക, പരസ്യ ചെലവുകൾ കൊടുക്കുക, വിൽപ്പന പ്രോത്സാഹന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നിവയെല്ലാം പ്രവർത്തന മൂലധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അവസാനമായി ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പം. ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് പ്രൈസ് റൈസസ്, to maintain a constant volume of production and sales. വിലക്കയറ്റം നാണയപ്പെരുപ്പത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ഇതുമൂലം പ്രവർത്തന മൂലധനം കൂടുതലായി ബിസിനസ്സിന് ആവശ്യമായി വരുന്നു. These all are the factors affecting the working capital requirements of a business. Thank you all.